പടിഞ്ഞാറൻ വ്യോമാതിർത്തിയിൽ ശക്തി പ്രകടിപ്പിക്കാൻ ഒരുങ്ങി ഇന്ത്യൻ വ്യോമസേന. നമ്മുടെ രാജ്യത്തിന്റെ പടിഞ്ഞാറൻ അതിർത്തിയിൽ നമ്മുടെ സമുദ്രാതിർത്തിയും വ്യോമാതിർത്തിയും പാകിസ്ഥാനുമായി സംഗമിക്കുന്നിടത്ത് വമ്പൻ മുന്നറിയിപ്പ് നൽകാൻ ഒരുങ്ങുകയാണ് ഇന്ത്യൻ വ്യോമസേന. കറാച്ചിയിൽ ഇരുന്ന് നിരീക്ഷിക്കുന്നവർക്കുള്ള വ്യക്തമായ അധികാര സ്വരത്തിലുള്ള ഒരു സന്ദേശമാണത്. അറേബ്യൻ കടലിന് മുകളിലെ ആകാശത്തിന്റെ യഥാർത്ഥ ബോസ് ആരാണെന്നതിന്റെ ഒരു ഓർമ്മപ്പെടുത്തൽ. പടിഞ്ഞാറൻ അതിർത്തിയിലെ തന്ത്രപ്രധാനമായ മേഖലയിൽ ഇന്ത്യൻ വ്യോമസേന വൻ സൈനികാഭ്യാസത്തിന് ഒരുങ്ങുന്നു എന്നതാണ് ഏറ്റവും പുതിയ വാർത്ത. ഡിസംബർ 10-11 തീയതികളിൽ അറേബ്യൻ കടലിന് മുകളിൽ നടക്കുന്ന ഈ വ്യോമാഭ്യാസം പാകിസ്ഥാന്റെ തീരദേശ അതിർത്തിയിൽ നിന്ന് കേവലം 200 നോട്ടിക്കൽ മൈൽ മാത്രം അകലെയാണ് നടക്കുന്നത്. പാക് നിയന്ത്രിത വ്യോമാതിർത്തിയിൽ നിന്ന് 70 നോട്ടിക്കൽ മൈൽ മാത്രം ദൂരത്തിലായി നടക്കുന്ന ഈ നീക്കം മേഖലയിലെ ഇന്ത്യൻ വ്യോമസേനയുടെ അപ്രമാദിത്വവും ദീർഘദൂര യുദ്ധ സന്നദ്ധതയുമാണ് വ്യക്തമാക്കുന്നത്. വിവിധതരം യുദ്ധമുറകളും ദീർഘദൂര ആക്രമണ ശേഷി പ്രദർശനവും കടലിലെ നിരീക്ഷണ പ്രവർത്തനങ്ങളും ഉൾപ്പെടെയുള്ള അത്യാധുനിക സൈനിക അഭ്യാസങ്ങളാണ് ഈ ദൗത്യത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇതൊരു പതിവ് പരിശീലനത്തിനപ്പുറം ഇന്ത്യയുടെ ഏറ്റവും നിർണായകമായ ഈ സമുദ്രമേഖലയിലെ പ്രതിരോധ സംവിധാനം കൂടുതൽ മൂർച്ച കൂട്ടാൻ ലക്ഷ്യമിട്ടിട്ടുള്ളതാണ്. അറേബ്യൻ കടൽ ഇന്ത്യയുടെ വ്യാപാര ജീവനാഡിയും സുരക്ഷാ കവചവുമാണ്. പടിഞ്ഞാറ് നിന്നുണ്ടാകാനിടയുള്ള ഏത് ഭീഷണിയെയും നേരിടാൻ ഇന്ത്യൻ വ്യോമസേന പൂർണ്ണ സജ്ജരാണെന്ന് തെളിയിക്കുന്നതാകും ഈ അഭ്യാസമെന്ന് ഒരു ഉന്നത സൈനിക വൃത്തം അറിയിച്ചു. പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം അതീവ സുരക്ഷാ മേഖലയായി കണക്കാക്കപ്പെടുന്നതാണ് ഈ ഒരു പ്രദേശം. ഈ അഭ്യാസങ്ങൾ മേഖലയിലെ ജാഗ്രത വർദ്ധിപ്പിക്കുകയും പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുകയും ഒന്ന് വെടിയുതിർക്കുക പോലും ചെയ്യാതെ രാജ്യത്തിന്റെ സൈനിക കരുത്ത് പാകിസ്ഥാനെ അറിയിക്കുകയും ചെയ്യും. നമ്മുടെ തീരദേശത്തെയും കപ്പലുകളെയും പൗരന്മാരെയും സംരക്ഷിക്കുന്ന വ്യോമ പോരാളികളാണ് ഇന്ത്യൻ വ്യോമസേന. അത് നമ്മുടെ അഭിമാനമാണ്, ശക്തിയാണ്, കവചമാണ്. ഈ ആഴ്ച അറേബ്യൻ കടലിന്റെ ആകാശത്തിലെ അധിപന്മാർ ആരാണെന്ന് ലോകം വീണ്ടും അറിയുമെന്നും ഇന്ത്യൻ വ്യോമസേനയുടെ ദൃഢനിശ്ചയം അടിവരയിട്ട് ഉറപ്പിച്ചുകൊണ്ട് അധികൃതർ വ്യക്തമാക്കി. ഈ സൈനികാഭ്യാസം ഇന്ത്യൻ വ്യോമസേനയുടെ ആഗോള നിലവാരത്തിലുള്ള കഴിവും ദൃഢതയും ഒരിക്കൽ കൂടി ലോകത്തിന് മുന്നിൽ കൊണ്ടുവരുമെന്നാണ് പ്രതീക്ഷ. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.